ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അലുലയിലെ ഹെഗ്രയിലേക്കാണ്. എക്സ്പീരിയൻസ് അലുല എന്ന ഓൺലൈൻ സൈറ്റിലൂടെയാണ് ഹെഗ്രയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽട്ടിന് 95 റിയാലും കിഡ്സിന് 45 റിയാലും ആണ്. അങ്ങനെ ടിക്കറ്റിൽ പറഞ്ഞ പോലെ ഹെഗ്ര പിക്കപ്പ് പോയിന്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഹെഗ്ര വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അവിടെ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ബസ്സിൽ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് ഡിപ്പാർച്ചർ ടൈം. വിസിറ്റേഴ്സിന് വേണ്ടി ജ്യൂസും ചോക്ലേറ്റ്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബസ് കൂടാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇവിടെ ഓപ്പൺ ജീപ്പും അവൈലബിൾ ആണ്. അതിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. ഇനി ഹെഗ്ര ജേർണി സ്റ്റാർട്ട് ചെയ്യാം. The site is approximately 52 hectares. Hegra is considered as a strategic site for settlement due to land. അറേബ്യൻ മരുഭൂമിയിലെ മണലിൽ വ്യത്യസ്ത നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള പാറക്കൂട്ടങ്ങളുള്ള അലുലയിലെ ഹെഗ്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സൗദി അറേബ്യയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലോകത്തിൽ ആദ്യത്തെ പൈതൃക സ്വത്താണ് ഹെഗ്രയിലെ ആർക്കിയോളജിക്കൽ സൈറ്റ്. ഇത് സൗദി അറേബ്യയുടെ ആദ്യത്തെ ലോക പൈതൃക സ്ഥലമായി മാറി. ജോർദാനിലെ പെട്ര കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള രണ്ടാമത്തെ വലിയ നഗരമാണ് ഹെഗ്ര. ഇത് നബാറ്റിയൻ ജീവിതശൈലിയുടെ വിപുലമായ ചിത്രം നൽകുന്നു. സൗദി അറേബ്യയിലെ 4000 പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഹെഗ്ര സ്മാരകങ്ങളുടെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ജബൽ ഇത്ലിബ്. ഹെജാസിലെ പുരാവസ്തു കേന്ദ്രമാണ് ജബൽ ഇത്ലിബ്. അലുലയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജബൽ ഇത്ലിബ് ഒരു കാലത്ത് നബാറ്റിയന്മാരുടെ ആരാധനാലയമായിരുന്നു. ജബൽ ഇത്ലിബ് മഹത്തായ പ്രകൃതിദത്ത പർവ്വതവും സാംസ്കാരിക കേന്ദ്രവുമാണ്. ജബൽ ഇത്ലിബിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ദിവാൻ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായി റോക്കിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു റൂം പോലെ കാണാൻ സാധിക്കും. ദിവാൻ ഒരു ഡൈനിങ് ഏരിയയാണ്. പണ്ടുകാലത്ത് രാജകീയ വിരുന്നുകൾക്കും രാഷ്ട്രീയ മീറ്റിങ്ങിനെല്ലാം യൂസ് ചെയ്തിരുന്ന ഒരു റൂമാണിത്. പിന്നെ പുറത്തേക്കുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇത് പൊതുവെ ഒബ്സർവേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കൂടെ ഒരു ഗൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹിസ്റ്ററി എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നബാറ്റിയൻസ് പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ജബൽ ഇത്ലിബിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോവാണ്. The most famous characteristic of Nabatean civilization is the clear interest in facades architecture and their mixing of the various artistic elements of past and contemporary civilization. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ജബൽ അൽ ബനാദ്. നബാറ്റിയൻസിൻ്റെ ബിഗ്ഗസ്റ്റ് ടോംബാണിത്. ഹെഗ്രയിലെ ഏറ്റവും വലിയ
മണൽക്കല്ലുകളിൽ ഒന്നാണ് ജബൽ അൽ ബനാത്ത്. പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്തിട്ടുള്ള 29 ടോംസ് ആണ് ഇവിടെ ഉള്ളത്. ഒത്തിരി സ്കൾപ്ചേഴ്സ് ഇവിടെ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന രാക്ഷസന്മാരുടെ മുഖംമൂടികൾ, കഴുകന്മാർ, മനുഷ്യമുഖങ്ങൾ, മൃഗങ്ങളുടെ മുഖങ്ങൾ തുടങ്ങി ഒട്ടനവധി സ്കൾപ്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നബാറ്റിയൻ കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ മണ്ണിൽ സംസ്കരിക്കാൻ അനുവദിച്ചിരുന്നില്ല. പെട്രയിലെ ടോംസിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഹെഗ്രയിലേതും. അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനും ആർക്കിടെക്ചറും സെയിം ആണ്. പിന്നെ കോണ്ടെക്സ്റ്റിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. What's happened when all the shelves are filled and they have more dead bodies? Is it takes up space? Did anyone notice the hole inside? അങ്ങനെ ജബൽ അൽ ബനാത്ത് അഥവാ ഖസർ അൽ ബിന്ദിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ടോംബ് ഓഫ് ലിഹ്യാൻ. ഖസർ അൽ ഫരീദ് അഥവാ ദി ലോൺലി കാസിൽ എന്നറിയപ്പെടുന്ന കുസയുടെ മകൻ ലിഹ്യാന്റെ മദീൻ സലയിലുള്ള ഒരു പ്രശസ്തമായ ടോംബാണിത്. 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ് ഈ ഘടന എന്ന് പറയപ്പെടുന്നു. പുരാതന രൂപകൽപ്പനയിലും വാസ്തുവിദ്യയിലും ഇത് സമാനതകളില്ലാത്തതാണ്. കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ സൗദി സൈറ്റ് കൂടിയാണിത്. ലോൺലി കാസിൽ അതായത് ഏകാന്തമായ കോട്ട എന്ന പ്രസിദ്ധമായ വിവരണം ഉണ്ടായിരുന്നിട്ടും സൈറ്റ് ഒരു കോട്ടയല്ല, മറിച്ച് ഇത് പൂർണ്ണമായും ഒരു ശവകുടീരമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടോംബിനുള്ളിലെ കൊത്തുപണികളിൽ നിന്നും ലിഖിതങ്ങളിൽ നിന്നും നബാറ്റിയൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെയുള്ള ടോംബ് പാറയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വേർതിരിച്ചിരിക്കുന്നു. ഇതൊരു പഴയ നബാറ്റിയൻ വാസ്തുവിദ്യ സാങ്കേതികതയും നബാറ്റിയൻ വേരുകളുടെ പ്രധാന ഭാഗവുമാണ്. ഈ സൈറ്റ് സന്ദർശിക്കുമ്പോൾ പുരാതന അറബി നാടോടികളുടെ സംസ്കാരത്തെയും മതത്തെയും കുറിച്ച് മികച്ച ഉൾക്കാഴ്ച നൽകുന്നു. സൗദി അറേബ്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് ടോംബ് ഓഫ് ലിഹ്യാൻ സൺ ഓഫ് ഖുസ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഖസർ അൽ ഫാരിദ് ഓർ ദ ലോൺലി കാസിൽ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ജബൽ അൽ അഹ്മർ. ആധുനിക സൗദി അറേബ്യയിലെ ഹെഗ്രയിലെ ജബൽ അൽ അഹ്മർ നെക്രോപോളിസ് അതിജീവിച്ച 4 നെക്രോപോളിസ് പ്രദേശങ്ങളിൽ ഒന്നാണ്. അൽ ഹിജർ നഗരത്തിലെ വ്യത്യസ്തമായ പാറക്കെട്ടുകളിൽ ഒന്നാണിത്. ചുവന്ന പാറകളുടെ നിറത്താൽ ഇതിനെ വേർതിരിക്കുന്നു. മലയെ 2 മാസിഫുകളായി തിരിച്ചിരിക്കുന്നു. അതിൽ 18 ടോംസ് അടങ്ങിയിരിക്കുന്നു. അവയിൽ ചിലത് അടുത്തിടെയാണ് കണ്ടെത്തിയത്. അതുല്യമായ കണ്ടെത്തലുകൾ ഹെഗ്ര നഗരത്തിലെ നബാറ്റിയൻ ശ്മശാന ചടങ്ങുകളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ജബൽ അൽ അഹ്മറിന് അടുത്ത് തന്നെ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്, ഫേസ് റോക്ക്. മരുഭൂമിയിലെ പ്രകൃതിയിലേക്ക് നോക്കുന്ന മനുഷ്യന്റെ മുഖം പോലെ തോന്നിക്കുന്ന അതിമനോഹരമായ പാറ. ശരിക്കും നമ്മൾ അതിശയിപ്പിക്കും ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. വിസിറ്റേഴ്സിനെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും എല്ലാം ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണിത്. അങ്ങനെ ഹെഗ്രയിലെ 4 ഡെസ്റ്റിനേഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു പോവാണ്. ഗായ്സ്, അപ്പോൾ ഈ ഒരു അല്ലൂല ട്രിപ്പ് നമുക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. യാത്രയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട സ്ഥലങ്ങളാണിത്. ഓരോ ദിവസവും ഇവിടുത്തെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. മാത്രമല്ല സൈറ്റിനെ പറ്റി അങ്ങേയറ്റം അറിവുള്ള ഗൈഡിനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ എക്സ്പ്ലനേഷൻസ് അവർ തരുന്നുണ്ട്. അങ്ങനെ ഒരു 10 മണിയോടുകൂടി നമ്മൾ തിരിച്ച് വെയിറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറായിരുന്നു ഹെഗ്ര വിസിറ്റിംഗ് ടൈം ലഭിച്ചിരുന്നത്.
പിന്നെ ബസ് ഇറങ്ങി അവിടെ വെയിറ്റിംഗ് ഏരിയയിലുള്ള സ്റ്റോളിൽ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം റിട്ടേൺ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹെഗ്ര വിശേഷങ്ങൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗദി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.